ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയ ലോകായുക്ത ബെഞ്ചിലെ അംഗം ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് പുതിയ പദവി. തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാൻ. മുൻ ഉപലോകായുക്ത ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് പുതിയ പദവി നൽകി സംസ്ഥാന സർക്കാർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ നിയമിക്കാനാണ് സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിലെ പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ലോകായുക്ത ബെഞ്ചിലെ അംഗമായിരുന്നു അദ്ദേഹം. CMDRF വകമാറ്റിയ കേസിൽ ക്ലീൻ ചിറ്റ് നൽകിയതിനുള്ള ഉപകാര സ്മരണയാണ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിന് പുതിയ പദവി നൽകിയതെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. നേരത്തെ ഇദ്ദേഹത്തെ ഫീ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ ശ്രമം നടന്നിരുന്നു. അന്ന് CMDRF വകമാറ്റിയ കേസിലെ പരാതിക്കാരനും പൊതുപ്രവർത്തകനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ R ശശികുമാർ രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആ നീക്കത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയിരുന്നു. നിയമസഭയിൽ സർക്കാർ പ്രതിപക്ഷ പോരിന് സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സഭ പ്രക്ഷുബ്ധമായേക്കും. പല വിഷയങ്ങളിലും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ സർക്കാർ പ്രതിപക്ഷ പോരിനാണ് സാധ്യത കൂടുതൽ. സ്വർണ്ണക്കൊള്ള അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ ഭരണപക്ഷം വെട്ടിലാകുമെന്ന് വ്യക്തം. അറസ്റ്റിലായവരുടെ CPM ബന്ധവും കടകംപള്ളി സുരേന്ദ്രനെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയും ആയുധമാക്കാനാണ് പ്രതിപക്ഷ ശ്രമം. പോറ്റി സോണിയാഗാന്ധി കൂടിക്കാഴ്ച ഫോട്ടോയും വാജിവാഹന കൈമാറ്റവും ഭരണപക്ഷം ഉന്നയിക്കും.